ഹലോ ഗൈസ്, ഇന്ന് നമ്മൾക്ക് ലിങ്കുകളെ എങ്ങനെ CSS ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാമെന്ന് പഠിക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇവിടെ ഇപ്പോൾ ഈ പേജ് ഞാൻ ലിങ്ക്സിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ അവിടെയും ഇവിടെയുമായി കുറച്ച് ലിങ്ക്സ് ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേജിൽ കുറച്ച് ലിങ്ക്സ് നല്ല ബ്ലൂ കളറായി കാണാമല്ലോ. ആദ്യമേ തന്നെ ഞാൻ ഈ പാരഗ്രാഫിന്റെ സ്റ്റൈലിൽ വന്ന് കളർ റെഡ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, പാരഗ്രാഫിലെ സാധാരണ എഴുത്തുകളൊക്കെ റെഡ് കളറായി. എന്നാൽ നമ്മളുടെ ലിങ്കുകൾ ഇപ്പോഴും നേരത്തെ ഉണ്ടായ ബ്ലൂ കളർ തന്നെയാണല്ലോ. ഇതാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ആദ്യ പ്രശ്നം. പാരഗ്രാഫിന്റെ ഉള്ളിലുള്ള ലിങ്കുകളെ സെപ്പറേറ്റ് ആയി തന്നെ സ്റ്റൈൽ ചെയ്യേണ്ടതുണ്ട്. അതിനു മുന്നേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ബ്ലൂ കളറായി തുടരുന്നു എന്നറിയണ്ടേ? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, പാരന്റ് എലമെന്റ് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ കളർ റെഡ് എന്ന് കൊടുത്താൽ അതിന്റെ ചൈൽഡ് എലമെന്റുകളിലും ആ കളർ റെഡ് ഇൻഹെറിറ്റ് ചെയ്തു പോകും എന്ന്. എന്നാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെ കാസ്കേഡിംഗ് നടന്നതായി കാണുന്നില്ല. നമ്മൾ പാരന്റ് എലമെന്റ് ആയ പി സ്റ്റൈൽ ചെയ്യുമ്പോൾ കളർ റെഡ് എന്ന് കൊടുത്തു, എന്നാൽ പിയുടെ ഉള്ളിലുള്ള ലിങ്ക് ഇപ്പോഴും ബ്ലൂ ആയി തന്നെ തുടരുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വെബ് ബ്രൗസറുകളിൽ ലിങ്കുകൾക്ക് ഒരു ഡിഫോൾട്ടായ സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇതിനെ ഓവർറൈഡ് ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഓരോ പാരഗ്രാഫുകൾക്കിടയിലും ഹെഡിങ്ങുകൾക്കിടയിലും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഡിഫോൾട്ടായ മാർജിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ ലിങ്കുകൾക്ക് ഡിഫോൾട്ടായി ബ്ലൂ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ലിങ്കുകൾ സ്റ്റൈൽ ചെയ്യാത്തിടത്തോളം ലിങ്കുകളുടെ നിറം മാറില്ല. ഇനി നമ്മൾക്ക് അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾക്കിവിടെ സ്റ്റൈൽ ഷീറ്റിലെ താഴെ വന്ന് പേജിലെ എല്ലാ എ ടാഗുകളെയും സെലക്ട് ചെയ്യാം. ഇതിനുള്ളിൽ നമ്മൾക്ക് സ്റ്റൈൽ പ്രോപ്പർട്ടീസ് എഴുതാം. ഞാനിവിടെ കളർ യെല്ലോ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ലിങ്കുകളുടെ നിറം മഞ്ഞ ആയല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ലിങ്കുകളെ സ്റ്റൈൽ ചെയ്യുന്നത്. യെല്ലോ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് നമ്മൾക്കിത് ബ്ലാക്ക് ആക്കാം. ഇപ്പോൾ ഇത് കാണാൻ അത്യാവശ്യം നല്ല റീഡബിൾ ആയ ഒരു കളറായി. ഇനി ഈ ലിങ്കിന്റെ മുകളിൽ മൗസ് കൊണ്ടുവയ്ക്കുമ്പോൾ അഥവാ ഹോവർ ചെയ്യുമ്പോൾ കളർ മാറണം എന്ന് വിചാരിക്കുക. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സംഭവമുണ്ട്. അതിനെ നമ്മൾ സ്യൂഡോ ക്ലാസസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്താണ് ഈ സ്യൂഡോ ക്ലാസസ് എന്നായിരിക്കും. അത് ഒരുപാട് ഡീറ്റെയിൽ ആയി ഇപ്പോൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. സിമ്പിളായി പറഞ്ഞാൽ എലമെന്റുകളെ അവയുടെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് അഥവാ അവസ്ഥകളിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്യൂഡോ ക്ലാസസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ ലിങ്ക് ഹോവർ ചെയ്യുമ്പോൾ നിറം മാറണം എന്നോ ഫോണ്ട് സൈസ് മാറണം എന്നോ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഹോവർ എന്ന സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്യണം. ഞാനിവിടെ മറ്റൊരു സെലക്ടറായി a:hover എന്ന് എഴുതുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഹോവർ ചെയ്യുമ്പോൾ എനിക്ക് ലിങ്ക് കളർ യെല്ലോ ആവണമെന്നുണ്ടെങ്കിൽ കളർ യെല്ലോ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ലിങ്കുകളുടെ മുകളിൽ മൗസ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ നോക്കൂ, ഈ കളർ മാറുന്നത് കണ്ടില്ലേ? അപ്പോൾ ഈ CSS സെലക്ടർ നോക്കൂ, എല്ലാ ലിങ്കുകളെയും അവയുടെ ഹോവർ സ്റ്റേറ്റിൽ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഈ കോളൻ ഇട്ട് കൊടുക്കുന്ന പാർട്ടാണ് സ്യൂഡോ ക്ലാസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ എല്ലാ ലിങ്കുകളുടെയും ഹോവർ എന്ന സ്യൂഡോ ക്ലാസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. സോ ഇപ്പോൾ ഇവിടെ നമ്മളുടെ റെഗുലർ ലിങ്ക് കളർ നമ്മൾ A എന്ന സെലക്ടർ ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്തു. ഹോവർ എന്ന സ്യൂഡോ ക്ലാസ് യൂസ് ചെയ്ത് ഹോവർ സ്റ്റേറ്റ് നമ്മൾ സ്റ്റൈൽ ചെയ്തു. ഈ ഹോവറിനകത്ത് കളർ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫോണ്ട് സൈസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ ഫോണ്ട് സൈസ് 50 പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ലിങ്ക് ഹോവർ ചെയ്യുമ്പോൾ ഫോണ്ട് സൈസ്, കളർ ഇവ രണ്ടും മാറുന്നു. എന്നാൽ ഇങ്ങനെ ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്നത് വളരെ ബോറിംഗ് ആയ ഒരു എഫക്റ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും കൊടുക്കുന്നത് നല്ലതല്ല. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് സ്റ്റൈൽ പ്രോപ്പർട്ടീസ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. തൽക്കാലം ഈ ഫോണ്ട് സൈസ് ഇവിടെ നിന്നും റിമൂവ് ചെയ്യാം. ഇനി ഈ ഹോവർ സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു. എന്നാൽ ആക്ച്വലി ലിങ്കുകൾക്ക് 4 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ ഇവിടെ വെറുതെ A എന്നെഴുതി സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് സ്റ്റേറ്റിനെയാണ്. അതിവിടെ വേണമെങ്കിൽ നമ്മൾക്ക് എക്സ്പ്ലിസിറ്റായി എഴുതാം. ഇതിനെ ഞാൻ A:link എന്നാക്കുന്നു. അടുത്ത ഒരു സ്റ്റേറ്റ് ആണ് വിസിറ്റഡ് എന്ന സ്റ്റേറ്റ്. അത് ഇങ്ങനെയാണ് എഴുതുന്നത്. A:link കഴിഞ്ഞ ശേഷം ഞാനിവിടെ A:visited എന്ന് ആഡ് ചെയ്യുന്നു. ഈ വിസിറ്റഡ് ലിങ്ക് എന്ന് വെച്ചാൽ യൂസർ ഓൾറെഡി ഒരിക്കൽ ക്ലിക്ക് ചെയ്ത ലിങ്കുകളെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ്.
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ CSS ഫോണ്ട് സ്റ്റാക്സ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ നോക്കൂ, ആദ്യത്തെ ഈ ലിങ്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരിക്കൽ ക്ലിക്ക് ചെയ്തതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ഒരു പർപ്പിൾ കളറായത് കണ്ടില്ലേ? ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു സ്റ്റേറ്റ് ആണ്. ഇനി നമ്മൾക്ക് നമ്മുടെ പേജിലേക്ക് വരാം. ഞാൻ ഈ A:visited എന്നതിനകത്ത് കളർ വയലറ്റ് എന്ന് കൊടുക്കുന്നു. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ എല്ലാ ലിങ്കും വയലറ്റായി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ HTML നോക്കിയാൽ ഞാൻ ഇവിടെ ആഡ് ചെയ്ത ലിങ്കുകൾ എല്ലാം വെറും ഡമ്മി ലിങ്കുകളാണ്. അതായത് ഇതിൻ്റെ hrefനകത്ത് ഞാനൊരു സ്പെസിഫിക് URL ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഞാനൊരു #ടാഗ് ആണ് കൊടുത്തത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിൽ വന്ന് ഓരോന്നിലും ഓരോ URL എഴുതുന്നു. ഇനി നമ്മൾക്ക് പേജ് നോക്കാം. ഇപ്പോൾ നോക്കൂ, എല്ലാ ലിങ്കും അവയുടെ ഡിഫോൾട്ടായ കളറായി. അതായത് നമ്മൾ ഇവിടെ കൊടുത്ത ബ്ലാക്ക് കളറായി. ഇനി ഇതിൽ ഞാൻ ഈ ലിങ്ക് മാത്രം ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരിക്കൽ ക്ലിക്ക് ചെയ്ത ലിങ്ക് മാത്രം വയലറ്റ് കളറായിരിക്കുന്നു. ഇതാണ് വിസിറ്റഡ് എന്ന സ്യൂഡോ ക്ലാസ്. ഇനി ഇതുപോലെയുള്ള മറ്റൊരു സ്യൂഡോ ക്ലാസ് ആണ് A:active എന്നത്. ഞാനിവിടെ ഈ ഹോവർ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തതിന് ശേഷം വന്ന് A:active എന്നെഴുതി ഇതിൽ ഞാൻ കളർ ബ്ലൂ എന്ന് കൊടുക്കുന്നു. ഈ ആക്റ്റീവ് സ്റ്റേറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. നമ്മൾ ഹോവർ എന്താണെന്ന് കണ്ടു. ലിങ്കിന് മുകളിൽ മൗസ് കൊണ്ടുവച്ചാൽ അതാണ് ഹോവർ സ്റ്റേറ്റ്. വിസിറ്റഡ് എന്താണെന്നും കണ്ടു. ഓൾറെഡി മുന്നേ വിസിറ്റ് ചെയ്ത ലിങ്ക് ആണെങ്കിൽ അതിനെ സ്റ്റൈൽ ചെയ്യാനാണ് വിസിറ്റഡ്. എന്നാൽ ആക്റ്റീവ് എന്നാൽ നമ്മൾ ഇവിടെ വന്ന് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യില്ലേ, ആ മൊമെന്റ് ആണ് ആക്റ്റീവ് സ്റ്റേറ്റ്. അതായത് മൗസ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്താലാണ് ആക്റ്റീവ് സ്റ്റേറ്റ്. ഇപ്പോൾ ഞാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ, അതിൻ്റെ കളർ ബ്ലൂ ആവുന്നത് കണ്ടില്ലേ? മൗസ് ബട്ടൺ റിലീസ് ചെയ്താൽ ആക്റ്റീവ് സ്റ്റേറ്റ് അവിടെ തീർന്നു. ഇത് അത്ര നോട്ടീസബിൾ അല്ല, എന്നാലും സൈറ്റ് പെർഫെക്ഷൻ കൂട്ടാൻ വേണ്ടി ഇതൊക്കെ സ്റ്റൈൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ആക്റ്റീവ് സ്റ്റേറ്റ്. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സ്റ്റേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ഇവ വിചാരിച്ചതുപോലെ വർക്ക് ചെയ്യില്ല. ആദ്യം A:link, പിന്നെ A:visited, പിന്നെ A:hover, അതും കഴിഞ്ഞാണ് A:active. ഈ ഓർഡറിൽ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല, പൊതുവെ നിങ്ങൾ സാധാരണ ഒരു പേജൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ 4 സ്റ്റേറ്റും സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പൊതുവെ നമ്മൾ സിമ്പിളായ പേജൊക്കെ ആണെങ്കിൽ ആദ്യം കൊടുത്തതുപോലെ A എന്ന സെലക്ടർ ഉപയോഗിച്ച് ലിങ്കുകളെ സ്റ്റൈൽ ചെയ്യും. പിന്നെ A:hover എന്ന് കൊടുത്ത് ഹോവർ സ്റ്റേറ്റ് കൂടി സ്റ്റൈൽ ചെയ്യും. ബാക്കി സ്റ്റേറ്റ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഓർഡർ പാലിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ നല്ല വലിയ കളർ ചേഞ്ച് വരുന്ന പോലെയുള്ള എഫക്റ്റ് കൊടുക്കാത്തതാണ് കുറച്ചുകൂടി നല്ലത്, എസ്പെഷ്യലി ഹോവർ സ്റ്റേറ്റ് സ്റ്റൈൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ ബ്ലാക്ക് ലിങ്ക് യെല്ലോ ആവുന്നു. യെല്ലോ ഒന്നും ഒരു നല്ല കളറല്ല, കുറച്ചുകൂടി നല്ല സബ്റ്റിലായ എഫക്റ്റാണ് നല്ലത്. ഇപ്പോൾ ഹോവർ ചെയ്യുമ്പോൾ നമ്മൾക്കിവിടെ ഗ്രേ എന്ന് കൊടുത്താൽ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും. കൂടുതൽ ആളുകൾക്കും ആദ്യം ചെയ്യാൻ തോന്നുക ലിങ്കുകളുടെ ഈ അണ്ടർലൈൻ എങ്ങനെ കളയാം എന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ A:'നകത്ത് വന്ന് ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ എന്ന് കൊടുക്കുന്നു, അണ്ടർലൈൻ റിമൂവ് ചെയ്യുന്നു. ഇനി ഇതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യമാണ് ലിങ്കുകളുടെ മറ്റൊരു സ്റ്റേറ്റ്. അതാണ് ഫോക്കസ് എന്ന സ്റ്റേറ്റ്. ഹോവർ പോലെ തന്നെയാണ് ഫോക്കസ് സ്റ്റേറ്റ്. പക്ഷേ ഇത് മൗസ് ഹോവർ ചെയ്യുമ്പോൾ അല്ല സംഭവിക്കുന്നത്. മറിച്ച് ചില ആളുകൾ ടാബ് കീ ഉപയോഗിച്ച് പേജ് നാവിഗേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ടാബ് കീ അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലിങ്കുകൾ ഓരോന്നായി സെലക്ട് ആവും. അപ്പോൾ എങ്ങനെ വേണം എന്നതാണ് ഫോക്കസ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ഈ A:hover എന്നതിൻ്റെ കൂടെ ഒരു കോമ ഇട്ട ശേഷം ഇവിടെ A:focus എന്നുകൂടി ആഡ് ചെയ്യുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഹോവർ ചെയ്താലും ഫോക്കസ് ചെയ്താലും സെയിം എഫക്റ്റ് തന്നെ വരും. തൽക്കാലം ഇത്രയും മതി. ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കളർ മാത്രമല്ല മറ്റു പല പ്രോപ്പർട്ടീസ് കൂടി പരീക്ഷിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.